ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സുമീസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 2 ഏത്തപ്പഴം വെച്ചിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. വളരെ എളുപ്പവും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 2 ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ നല്ല പഴുത്ത ഏത്തക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, നല്ല മധുരമായിരിക്കും. ഇനി ഇതിലേക്ക് ഒരു 2 ഏലക്ക കൂടിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇത്രയും കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ദേ എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ചേർക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. മൈദ വേണമെങ്കിൽ അത് ചേർക്കാം കേട്ടോ, പക്ഷേ ഗോതമ്പ് പൊടി ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പാല് ചേർക്കുകയാണ്. ഞാനിപ്പോൾ 1/2 കപ്പ് പാലിപ്പോൾ ചേർക്കുകയാണ്, ബാക്കി പാൽ നമുക്ക് പിന്നീട് ചേർക്കാം. അപ്പോൾ ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇത്രയും കൂടെ നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ദേ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി പാൽ കൂടി ചേർക്കണം. ഞാനൊരു 1/4 കപ്പ് പാൽ കൂടി ചേർക്കുന്നുണ്ട്. മൊത്തത്തിൽ 3/4 കപ്പ് പാലാണ് നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, പാല് തണുത്ത പാൽ എടുക്കരുത്, റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അടുപ്പിൽ വെച്ച് ഒന്ന് ചൂട് മാറ്റിയിട്ട് എടുക്കുക. അങ്ങനെയുള്ള പാൽ മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ. ഇത് നമുക്ക് നേരെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇപ്പം തന്നെ അങ്ങ് ചുട്ടെടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ചുടാം. നമുക്ക് എപ്പോഴാണോ നിങ്ങൾക്ക് ടൈം അതനുസരിച്ചിട്ട് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ദേ അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചിട്ട് ഞാൻ നെയ്യാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. നെയ്യിൽ ഇത് ചുട്ടെടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. നെയ്യ് ഇഷ്ടമില്ലെങ്കിൽ ഓയിലും യൂസ് ചെയ്യാം കേട്ടോ, പക്ഷേ നെയ്യിലൊരു പ്രത്യേക രുചിയും സ്വാദും തന്നെയാണ്. അപ്പോൾ ഞാൻ അതെ നമ്മുടെ നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഒരുപാടങ്ങ് വലുതാക്കി ചുടണ്ട കേട്ടോ, ചെറിയ ചെറിയ അളവിൽ ചെറിയ ചെറിയ ദോശ പോലെ ചുട്ടെടുത്താൽ മതി. നല്ലൊരു ഗോൾഡൻ ഷെയ്ഡാകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. നല്ലൊരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെക്കുക, തീ കൂട്ടി വെക്കരുത്. മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിം ഒക്കെ വെച്ചിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ. അല്ലാതെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അകം വേവാതിരിക്കും, അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികളൊക്കെ ധൈര്യമായിട്ട് അവർക്ക് ചുട്ടു കൊടുക്കുകയും ചെയ്യും, ഹെൽത്തിയാണ്. അതുപോലെ തന്നെ അവർ കഴിക്കുകയും ചെയ്യും, നല്ല ആ ഒരു ടേസ്റ്റ് കൊണ്ട് അവർ കഴിക്കുകയും ചെയ്യും, വലിയവർക്കും കഴിക്കാം. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവുക. അതുപോലെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഈ ഒരു ചാനലിൽ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പം 10 പേർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രമാത്രമാണ്. വീഡിയോ ഫുള്ള് കാണുക, ലൈക്ക് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇത്രയും മാത്രമാണ് കേട്ടോ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മുടെ സുമീസ് വ്ളോഗിൽ ഇന്ന് വൈകുന്നേരം കണ്ടുമുട്ടാം. പിന്നെ നമ്മുടെ സ്റ്റോറി ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് പറയാം. അപ്പം ബാക്കി ഉടനെ വരും കേട്ടോ, തീർച്ചയായിട്ടും വരും, കാരണം ഞാൻ എപ്പിസോഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചൊന്ന് നിങ്ങളെല്ലാവരും ഒന്ന് കാത്തിരിക്കുക. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.